ഇന്നത്തെ കുട്ടിത്താരം പഞ്ചഗുസ്തി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയ വയനാട്ടുകാരി എലൈൻ ആൻഡ് നവീനാണ്. ഡൽഹിയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 2 വിഭാഗങ്ങളിലായി സ്വർണവും വെള്ളിയും നേടി ഈ കൊച്ചു മിടുക്കി സെപ്റ്റംബറിൽ ബൾഗേറിയയിൽ നടക്കുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിനായുള്ള തയ്യാറെടുപ്പിലാണ് എലൈൻ ഇപ്പോൾ. കൈക്കരുത്തിന്റെ പോരാട്ടമാണ് പഞ്ചഗുസ്തി. സകല ബലവും കൈയിലേക്ക് ആവാഹിച്ച് എതിരാളിയുടെ കൈ നിലം പതിപ്പിക്കണം. വീറും വാശിയും കൈകളിൽ മാത്രമാകുന്ന ഒരു കായിക ഇനം. ഡൽഹിയിൽ ഈ മാസം 23-ന് നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലാണ് വയനാട്ടുകാരി എലൈൻ ആൻഡ് നവീൻ രാജ്യത്തിന് അഭിമാനമായത്. പഞ്ചഗുസ്തിയിലെ സബ് ജൂനിയർ 50 കിലോ ലെഫ്റ്റ് ഹാൻഡ് വിഭാഗത്തിൽ സ്വർണവും റൈറ്റ് ഹാൻഡ് വിഭാഗത്തിൽ വെള്ളിയും നേടി. ആദ്യമായാണ് എലൈൻ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത്. കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എന്നാലും അത്രയും പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ലെഫ്റ്റിൽ ഗോൾഡ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഈ ഗോൾഡ് കിട്ടുന്ന രാജ്യത്തിൻ്റെ നാഷണൽ ആനന്ദമാണ് പറയുക, സോങ് ഇടുക. അപ്പം എനിക്ക് ഗോൾഡ് കിട്ടിയപ്പം ആ നാഷണൽ ആനന്ദമാണ് ഇട്ടത്. അപ്പം അത് ഭയങ്കരമായിട്ട് ഫേമസ് ആയിരുന്നു. അപ്പം അതൊക്കെ കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. മുള്ളൻകൊല്ലി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എലൈൻ. അച്ഛന്റെ പാത പിന്തുടർന്നാണ് പഞ്ചഗുസ്തിയിലേക്ക് എത്തിയത്. ആർച്ചറിയും പരിശീലിക്കുന്നുണ്ടെന്ന് ഈ മിടുക്കി. 60 പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ആർമസ്ലിംഗിൽ കോമ്പറ്റീഷനൊക്കെ ഇറങ്ങുന്നത്. അതിനു മുമ്പ് അച്ഛൻ ആർമസ്ലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അച്ഛനൂടെ ചുമ്മാ ഇങ്ങനെ കൈ പിടിച്ച് കളിക്കുമായിരുന്നു. അപ്പം ഞാനൊരു 6th പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കോമ്പറ്റീഷനൊക്കെ ഇറങ്ങുന്നത്. 2024-ൽ നാഗ്പൂരിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ 50 കിലോ വിഭാഗത്തിൽ ലെഫ്റ്റ് റൈറ്റ് വിഭാഗങ്ങളിൽ സ്വർണം നേടിയതോടെയാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് എലൈൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ബൾഗേറിയയിൽ നടക്കുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പാണ് എലൈൻ്റെ അടുത്ത ലക്ഷ്യം. വേൾഡ് അടിക്കണം. ഈ വരുന്ന ബൾഗേറിയ വെച്ചിട്ട് ഒരു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. ഏഷ്യൻ അല്ല, വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അതടിക്കണം, ഗോൾഡ് അടിക്കണം, ഇന്ത്യക്ക് വേണ്ടി അടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ഇത് പ്രൊഫഷണലാണ്, ഞാൻ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. പിതാവും പഞ്ചഗുസ്തി പരിശീലകനും താരവുമായ നവീൻ പോളാണ് എലൈൻ്റെ നേട്ടങ്ങൾക്ക് പിന്നിൽ. ജില്ലാ പഞ്ചഗുസ്തി അസോസിയേഷൻ സെക്രട്ടറിയും സംസ്ഥാന പഞ്ചഗുസ്തി ഓർഗനൈസിംഗ് സെക്രട്ടറിയുമാണ് നവീൻ. ട്രെയിനർ രഞ്ജിത്തും എലൈന് പിന്തുണയുമായി ഒപ്പമുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ആം റെസ്ലിംഗ് ചെയ്യാനുള്ള ഒരു ടാലൻ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ മകൾക്കും മത്സരിക്കണം എന്നൊരു താല്പര്യം പറഞ്ഞു. അങ്ങനെ മെല്ലെ ട്രെയിനിങ് കൊടുത്തു തുടങ്ങിയതാണ്. അപ്പോൾ ട്രെയിനിങ് കൊടുത്തു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു മാറ്റം വന്നു. കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് ചെയ്യിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട ഗോൾഡ് മെഡലായിരുന്നു. 2 ഗോൾഡ് മെഡൽ, അതായത് വലത് കൈയിലും ഇടത് കൈയിലും ഗോൾഡ് മെഡൽ നേടുകയും അങ്ങനെയാണ് ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസം ശരിക്കും വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ട്രെയിനിങ്ങിലൂടെ കടന്നുപോയിട്ടാണ് ഇപ്പോൾ ഈ മെഡലിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. നേട്ടമറിഞ്ഞ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം പ്രമുഖർ നേരിട്ട് അഭിനന്ദനം അറിയിച്ചിരുന്നു. പഞ്ചഗുസ്തിയിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കണമെന്നാണ് എലൈൻ്റെ ആഗ്രഹം. ക്യാമറ പേഴ്സൺ റിന്റുവിനൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.